ദൈവനാമമഹത്വമാകട്ടെ. ആരാധനയോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി 22 ദൈവത്തിൽ ചില വാക്യങ്ങൾ വായിക്കാനായി ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 22. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാന ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നറിഞ്ഞു ചെയ്തു. 9-ാം വാക്യം. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന് മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്നും അബ്രഹാമെ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേലെ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാനായ മകനെ തിരുവഞ്ഞി മണിക്കൈകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു ഭാഗമാണ് 22-ാം അധ്യായം. ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതും തന്നെ സ്വന്തം താൻ സ്നേഹിക്കുന്ന ഏകജാനായ പുത്രനായ ഇസ്ഹാക്കിനെ യാഗമായി അർപ്പിക്കാൻ പറയുമ്പോൾ അത് അബ്രഹാം അനുസരിക്കുകയും അപ്പം ദൈവം തടയെടുക്കുകയും ഒരു ആട്ടിൻകുട്ടിയെ തരുന്നത് നമുക്കറിയാം. ആട്ടിൻകുട്ടി കർത്താവിൻ്റെ നേരിലാണെന്നും നമുക്കറിയാം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. ഇനി ചിന്തിപ്പിച്ച കാര്യം, അബ്രഹാം എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് അനുസരിച്ചത്? നമുക്കറിയാം, അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ദൈവം സകലത്തിനും യോഗ്യനാണ്, സകല മഹത്വത്തിനും സകല ആരാധനയ്ക്കും യോഗ്യനാണ്. ഇത് മാത്രമല്ല, തൻ്റെ ഏകജാനായ പുത്രൻ ഇസ്ഹാക്കിനെ തൻ്റെ വാർദ്ധക്യത്തിൽ ഈ ദൈവം തന്നെയാണ് അബ്രഹാമിനെ നൽകിയത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ വായിച്ചതുപോലെ അബ്രഹാമിന്റെ ദൈവത്തോടുള്ള ഭയവും കാരണമാണ് അബ്രഹാം തന്റെ ഏകജാനായ പുത്രനെ ദൈവത്തിന് ഹോമയാഗമായി സമർപ്പിക്കാൻ അബ്രഹാമിന് തോന്നിയത്. അബ്രഹാമിന്റെ ദൈവത്തിലുള്ള വിശ്വാസം കാരണമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കും ഈ കർത്തൃമേശനം ഓർപ്പിക്കുന്നത് നമ്മുടെ സ്വന്തസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി ആ സ്വന്തം പുത്രനെ യാഗമായി അർപ്പിച്ചെന്നതാണ്. അബ്രഹാം യഹോവയ്ക്ക് യാഗമായി അർപ്പിക്കാൻ യഹോവ യോഗ്യനായിരുന്നു. പക്ഷെ അതിപരിശുദ്ധനായ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കാൻ വേണ്ടി നമ്മളിലൊരു യോഗ്യതയില്ല. നമുക്കുള്ള എഫേസ്യരിൽ വായിക്കുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവര്, റോമറിൽ വായിക്കുന്നത് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ദൈവത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു നന്മയുമില്ല. ഇത് നമ്മളിപ്പോൾ വായിക്കുന്ന പോലെ ദൈവം സാക്ഷാത് സ്നേഹമായിരുന്നു. യോഹന്നാൻ 3:14 വായിക്കുന്നത്, ദൈവം സ്വന്തം ഏകജാനായ പുത്രനെ നൽകുവാൻ തൊക്കാണ് ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമ്മളോട് കാണിച്ച ആ കാരണം കൂടാത്ത സ്നേഹം, ഫോഴ്സ് അൺകണ്ടീഷണൽ ലവ്, ആ ഒരൊറ്റ സ്നേഹത്തിന്റെ പേര് മാത്രമാണ് ദൈവം ആ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചത്. ആ ദൈവത്തിന്റെ ആ മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ ദൈവം മഹത്വമാണ്.